നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു ട്രെയിൻ യാത്ര. അത് നമ്മൾ നെയ്യാറ്റിൻകരയിൽ നിന്ന് മധുരയിലേക്ക് മധുര എക്സ്പ്രസ്. ഒരു മധുര വരെ പോയിട്ട് എനിക്ക് തോന്നുന്നു രാവിലെ 3:45 മധുര എത്തും എന്നാണ് പറയുന്നത്. പക്ഷേ ഞാൻ ഇപ്പോൾ നോക്കിയപ്പോൾ ഏകദേശം ഒരു 10-15 മിനിറ്റ്, അതായത് 8:30ക്കാണ് ഇവിടെ ട്രെയിൻ വരേണ്ടത്. പക്ഷെ ഇപ്പോൾ ഏകദേശം ഒരു 8:45, 8:50 അറൈവിങ് ടൈം കാണിക്കുന്നത്. ഓൾറെഡി തന്നെ 10-15 മിനിറ്റ് ലേറ്റാണ്. പക്ഷെ എന്നാലും ഏകദേശം രാവിലെ കറക്റ്റ് സമയത്തിന് എത്തും. മധുരയിൽ പോയിട്ട് വേണം തീരുമാനിക്കാൻ ബാക്കി പ്ലാനൊന്നുമില്ല. ജസ്റ്റ് ഒരു യാത്രയാണ്. കുറേ ദിവസമായി ട്രെയിനിലൊക്കെ ഒന്ന് യാത്ര ചെയ്തിട്ട്. അപ്പോൾ വിചാരിച്ചു എന്നാലും മധുര വരെ പോവാം. മധുര പോയിട്ട് പിന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ അവിടെ നോക്കി അവിടെ ഒന്ന് കറങ്ങി അടിച്ച് വൈകുന്നേരത്തെ ട്രെയിനിൽ ഇറങ്ങി വരാം. ഇത്രയേ പ്ലാനുള്ളൂ. അതുപോലെ ഞാൻ പെട്ടെന്ന് പ്ലാൻ ചെയ്ത യാത്ര ആയതുകൊണ്ട് അങ്ങനെ, കാരണം ഇന്ന് രാവിലെയാണ് ഞാൻ പ്ലാൻ ചെയ്തത്. പെട്ടെന്ന് ഇന്ന് പോയിട്ട് ഒന്ന് കറങ്ങി വരാം. പക്ഷെ അതുകൊണ്ട് ഞാൻ നോക്കിയപ്പോൾ റിസർവേഷൻ ചെയ്യാൻ നോക്കിയപ്പോൾ അത് സ്ലീപ്പർ കിട്ടിയില്ല. പിന്നെ വിചാരിച്ചു എന്തായിരുന്നാലും അന്ന് ഒരു ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ എന്തായിരുന്നാലും സീറ്റ് കാണും. ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ കയറി എന്തായാലും പോകാമെന്ന് വിചാരിച്ചു. അതുപോലെ നെയ്യാറ്റിൻകരയിൽ നിന്ന് ഇപ്പോൾ ഏകദേശം ഒരു 10-20 പേര് മാത്രമേ ഉള്ളൂ കയറാൻ വേണ്ടിയിട്ട്. ഇല്ലെന്നാണ് തോന്നുന്നത്. അവിടെ കുറച്ച് ആൾക്കാരിരിക്കുന്നത് തന്നെയാണ്. From Punalur to Madura Junction, Madura Express via Nagarkoil Town, Tirunelveli will arrive on platform number 2. രാത്രി യാത്ര അടിപൊളിയാണെങ്കിലും പിടിച്ചിട്ട് പോകുന്നത് ഒരു ബോറുകയാണ്. വള്ളിയൂരിൽ അരമണിക്കൂർ പിടിച്ചിട്ട് ഇപ്പം തിരുനെൽവേലിയിലും ഏകദേശം അരമണിക്കൂറായി. പക്ഷെ എന്നാലും ഓൺ ടൈമിൽ മധുരയെന്ന് കയറും. അതാണ് കാര്യം. കാരണം ഇവിടെ ഈ രാത്രിയായി കഴിഞ്ഞാൽ പിന്നെ ചായയും അല്ലെങ്കിൽ ഒന്നും കിട്ടും. ബോറടിച്ച് പണ്ടായിരുന്നു. അങ്ങനെ മധുര എത്തിച്ചേർന്നു. നമുക്ക് 3:10 തന്നെ മധുരയിൽ കയറി. ഇടയിൽ കുറേ പ്രാവശ്യം പിടിച്ചിട്ടെങ്കിലും കറക്റ്റ് സമയത്ത് തന്നെ, കറക്റ്റ് അല്ല നേരത്തെ തന്നെ വന്ന്. ചില കാര്യങ്ങളിൽ നമ്മൾ കേരളത്തെ വെച്ച് നോക്കുമ്പോൾ, തമിഴ്നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ കേരളം സ്വർഗ്ഗമാണ്. അത് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിഗരറ്റ് വലി. ഒരു ചായക്കടയിൽ വന്നു കഴിഞ്ഞാൽ സിഗരറ്റ് വലിച്ച് തള്ളിക്കൊണ്ടേയിരിക്കും. സഹിക്കാം മുടിയാതടാ തമ്പി, ഏണ്ടാ നീ ഇപ്പടി പണ്ടേ എന്ന് ചോദിക്കുന്ന ഒരവസ്ഥയാണ്. എന്നാലും ഞാൻ നടന്ന് ഒരു ചായയും കുടിച്ചിട്ട് മധുര മീനാക്ഷി ക്ഷേത്രത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും മധുര വന്ന സ്ഥിതിക്ക് മധുര മീനാക്ഷി ക്ഷേത്രം കാണാതെ എങ്ങനെ പോണത്. അതുകൊണ്ട് മധുര മീനാക്ഷി ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ ഗോപുരത്തിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഇപ്പോൾ മധുര നിൽക്കുകയാണ്. മധുര നിൽക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നൊരു ഐഡിയ തോന്നി. ഇവിടെ നിന്ന് തേനി വഴി ബോഡിനായ്ക്കന്നൂരിലേക്ക് പുതിയ ട്രെയിൻ തുടങ്ങി. അപ്പോൾ കുറേ ദിവസമായി, ഏകദേശം 1 വർഷത്തോളമായി. അപ്പോൾ ഇതുവരെയും പോകാൻ പറ്റില്ല. തേനി വരെ പോയിട്ടുണ്ട്, പക്ഷേ ബോഡിനായ്ക്കന്നൂർ വരെ പോയിട്ടില്ല. അതുകൊണ്ട് ഇന്ന് എന്തായാലും ഇവിടെ വന്ന സ്ഥിതിക്ക്, ഇപ്പോൾ ഞാൻ വേറെ കുറച്ച് സ്ഥലത്ത് പോകുന്ന വിചാരിച്ചത്, പക്ഷേ ഇന്ന് എന്തായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് പെട്ടെന്ന് പ്ലാൻ ചേഞ്ച് ആക്കിയിട്ട് എന്നാലും ഇപ്പോൾ നേരെ ബോഡിയിലേക്ക് പോവുകയാണ്. ബോഡിനായ്ക്കന്നൂർ പോയി എനിക്ക് ചെന്നൈ എന്ന് പറഞ്ഞ ട്രെയിനാണ് 7:10 വരും. ഇപ്പോഴ് സമയം 5:45. ഇങ്ങനെ നമ്മളെ ട്രെയിൻ പ്ലാറ്റ്ഫോം നമ്പർ 4 വന്ന് കയറുന്നത്.
വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ പോകാൻ പോകുന്ന ഈ ബോഡിനായ്ക്കന്നൂർ എന്നുള്ള സ്റ്റേഷൻ ഈ സതേൺ റെയിൽവേയുടെ കീഴിൽ, അതുപോലെ തന്നെ മധുരൈ ഡിവിഷൻ്റെ കീഴിൽ വരുന്ന റെയിൽവേ സ്റ്റേഷനാണ്. ഇത് മധുരയിൽ നിന്ന് ബോധനായ്ക്കനോട് പോകുന്ന ലൈനിലെ ഫസ്റ്റ് റെയിൽവേ സ്റ്റേഷനാണ് വടപ്പളഞ്ഞി. വടപ്പളഞ്ഞി അങ്ങനെ എന്തോ ആണ്. പക്ഷേ ഇതിൽ ആൾ ഇറങ്ങാനോ 1-2 ആൾക്കാർ ഇറങ്ങാൻ മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ സ്റ്റേഷനിലും ഇങ്ങനെ വലിയ ആളൊന്നുമില്ല. ഇത് അതിനടുത്ത റെയിൽവേ സ്റ്റേഷനാണ് ഉസിലാമ്പട്ടി. ഇവിടെയും സെയിം അവസ്ഥ തന്നെയാണ്. 1-2 ആൾക്കാർ മാത്രമേ ഇറങ്ങാനുള്ളൂ. പിന്നെ സ്റ്റേഷനിലും അങ്ങനെ അധികം ആൾക്കാരൊന്നുമില്ല. എല്ലാം മറന്ന് യാത്ര ചെയ്യാൻ എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വഴി തിരഞ്ഞെടുക്കാം. പോകുന്ന വഴിയുള്ള പച്ചപ്പും മലനിരകളും കണ്ട് അങ്ങനെ ഭംഗി ആസ്വദിച്ച്, പിന്നെ കൃഷിയിടങ്ങളെല്ലാം കണ്ട് അതിൻ്റെ ഭംഗി ആസ്വദിച്ച് നമുക്കിങ്ങ് പോവാം.
ഈ പോകുന്ന വഴിയിൽ വെറും 4 സ്റ്റേഷൻ മാത്രമേ ശരിക്കും ഉള്ളൂ അതിൽ. ഒന്ന് വടപളനി, പിന്നെ ഉസ്ലാംപട്ടി, ആണ്ടിപ്പട്ടി, തേനി, പിന്നെ അത് കഴിഞ്ഞ് ബോധനായിക്കന്നൂർ. ശരിക്കും ഞാൻ എവിടെയോ വായിച്ചതും കേട്ടതായിട്ടുള്ള അറിവ് വെച്ചാണെങ്കിൽ ഈ 1990-കളിൽ തന്നെ ഈ പറയുന്ന ഈ റെയിൽവേ സ്റ്റേഷൻ പിന്നെ അത് തേനിയാണ്, തേനി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് തന്നെ. പിന്നെ ഈ ഫസ്റ്റ് വേൾഡ് വാറിൽ ഇത് ഈ റെയിൽവേ സ്റ്റേഷൻ മൂടി. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇതിനെ റീ ഓപ്പൺ ചെയ്തു. അത് പിന്നെ സെക്കൻഡ് വേൾഡ് വാർ ആയ സമയത്ത് പിന്നെ വീണ്ടും ഈ ഇത് ക്ലോസ് ചെയ്യുകയും ഇതിൻ്റെ ട്രാക്കെല്ലാം റിമൂവ് ചെയ്യുകയും ചെയ്തു. പിന്നെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമാണ് വീണ്ടും നമുക്ക് ഈ റെയിൽവേ സ്റ്റേഷൻ, അതായത് ഉസ്ലാംപട്ടി വരെയാണ് ആദ്യത്തെ റെയിൽവേ ലൈൻ വന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഈ ഉസ്ലാംപട്ടി മുതൽ ഈ പറയുന്ന നമ്മുടെ ബോധനായ്ക്കന്നൂർ വരെ നമ്മൾ ലൈൻ നീട്ടിയത്. ഈ ബോധനായ്ക്കന്നൂർ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് ഏകദേശം കേരളത്തിൻ്റെ ബോർഡറിന് അടുത്ത് വരുന്ന റെയിൽവേ സ്റ്റേഷനാണ്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് കുമിളി പോകാനും അതുപോലെ തന്നെ മൂന്നാർ പോകാനും വളരെ ഈസി ആയിട്ടുള്ള ഒരു വഴിയാണ്. അത് നമ്മുടെ അടുത്ത സ്റ്റേഷനായ ആണ്ടിപ്പട്ടിയിലോട്ട് ട്രെയിൻ എത്തിയിരിക്കുകയാണ്. ഇവിടെ പക്ഷേ കുറച്ച് അധികം ആൾക്കാർ ഉണ്ടായത് ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഇതാണ് തേനി. ഈ നമ്മൾ ഈ വന്ന വഴിയിലുള്ള ഒരുവിധം വലിയ റെയിൽവേ സ്റ്റേഷനും അത്യാവശ്യം ആൾക്കാർ ഇറങ്ങുകയും കയറുകയും ചെയ്ത ഒരു റെയിൽവേ സ്റ്റേഷനാണ് ഈ തേനി. ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് ഈ കൃഷിയാണ്. വാടാമുല്ല, മുല്ല, പിന്നെ റോസ, ഇതെല്ലാം ഇഷ്ടം പോലെ കൃഷി ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന പാതയെന്ന് പറഞ്ഞാൽ നമ്മുടെ കൊടൈക്കനാലിലോട്ട് പോകുന്ന റോഡാണത്. അപ്പോൾ നമ്മൾ അതിനടിയിൽ കൂടെയാണ് ഈ ട്രെയിൻ പോകുന്നത്. നമ്മൾ ഏകദേശം ബോധനായ്ക്കന്നൂർ എത്താറായി. ഇനി കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. ഈ മധുരയിലെ ചൂട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. പക്ഷേ നമ്മൾ ഈ ബോധിയിലോട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ചൂട് കുറഞ്ഞ് ഏകദേശം നമ്മളെ കേരളത്തിൻ്റെ കാലാവസ്ഥ അവിടെ എത്തും. പിന്നെ ഇവിടെ കൂടുതലും ആൾക്കാർ കർഷകർ തന്നെയാണ് കൂടുതലുള്ളത്. അത് കൂടുതലും പൂവിൻ്റെ കൃഷിയാണ്. പിന്നെ പരുത്തി കൃഷിയുണ്ട്, ഉള്ളി, അങ്ങനത്തെ കൃഷികളെല്ലാം ഈ പോകുന്ന വഴി തന്നെ കാണാൻ സാധിക്കും. ഈ വഴി താമസിക്കുന്നതെല്ലാം കർഷകരായതുകൊണ്ട് തന്നെ പക്ഷേ ഈ മധുരയുടെ അടുത്ത് താമസിക്കുന്നത്, അതായത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം ഒരു 10-20 കിലോമീറ്റർ ദൂരം താമസിക്കുന്നതെല്ലാം ഒരുവിധം നല്ല കാശുള്ള ആൾക്കാർ തന്നെയാണ്.
അങ്ങനെ നമ്മൾ ബോഡി നായ്ക്കന്നൂരിൽ എത്തിച്ചേർന്ന് നിൽക്കുകയാണ്. ഇനി ഇവിടെ കുറച്ച് നേരം നിന്ന് അടുത്തൊരു ട്രെയിൻ വരും പാസഞ്ചർ, അതിൻ്റെ ഒരു വിഷ്വലൂടെ എടുത്തിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കും. അങ്ങനെ രാവിലെ തിരിച്ചതാണ്, 2 മണിക്കൂറത്തെ യാത്ര. അങ്ങനെ ബോഡി നായ്ക്കന്നൂരെത്തി. അങ്ങനെ എന്നാണ് വിചാരിക്കുന്നത് അതിൻ്റെ പേര്. തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമി. ഭയങ്കര ശാന്തമായിട്ടുള്ള സ്ഥലം, എന്താ പറയണത്, 3 സൈഡ് ഇങ്ങനെ മലകളാൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലം. അതാണ് ഞാൻ വന്നത് ചെന്നൈയിൽ നിന്നുള്ള എക്സ്പ്രസ്സാണ്. ചെന്നൈയിൽ നിന്ന് ബോഡി നായ്ക്കന്നൂർ വരുന്ന എക്സ്പ്രസ്സാണ്. ഇനി അടുത്ത് മധുരയിൽ നിന്ന് ബോഡി നായ്ക്കന്നൂർ വരുന്ന ഒരു പാസഞ്ചർ ട്രെയിനുണ്ട്. അത് 10:30-ക്കാണ് ഇവിടെ എത്തുന്നത്. ഇതിപ്പം 9:30-ക്ക് എത്തി, മറ്റ് 10:30-ക്ക് എത്തും. അത് കഴിഞ്ഞാൽ പിന്നെ ഈ 2 വണ്ടികളും പോകുന്നത് വൈകുന്നേരമാണ്. 5:30-ക്കോ 6:30-ക്കോ അങ്ങനെ എന്തോ ആണ് ആ സമയം എന്ന് പറയുന്നത്. അതിൽ അതുവരെ വന്നു കഴിഞ്ഞാൽ മുതലാവില്ല. അടുത്ത് ഇവിടെ നിന്ന് 2 കിലോമീറ്റർ ഉണ്ട് ബസ് സ്റ്റാൻഡിന്. അപ്പോൾ അതുവരെ ബസ് സ്റ്റാൻഡിൽ പോയിട്ട് അവിടെ നിന്ന് മധുരയ്ക്ക് ബസ് പിടിച്ച് പോകും. അതുപോലെ തന്നെ ഈ വീഡിയോയിലുള്ള വല്ലപ്പോഴേ ഞാൻ വീഡിയോ എടുക്കാറുള്ളൂ. അപ്പോൾ വീഡിയോയിലുള്ള കുറവുകൾ മാക്സിമം ഓരോ വീഡിയോയിലും പരിഹരിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരെ ബൈ.